വെൽക്കം ബാക്ക് ടു ബിസ്മില്ല ലേണിംഗ് ഹബ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അതായത് GMG ഭർ എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ചട്പട്ട് ഔർ നട്കട്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേര് ബഹുത് ദിനോം കെ ബാദ് എന്നാണ്. ഇത് എഴുതിയത് ഹിന്ദിയിലെ തന്നെ ഒരു പ്രസിദ്ധനായ കവി നാഗാർജുനാണ് എഴുതിയത്. അപ്പം ഈ നാഗാർജുൻ ഈ ഒരു കവിത എഴുതിയേക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള, അതായത് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ ഭംഗിയെക്കുറിച്ചാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം? ബഹുത് ദിനോം കെ ബാദ്, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നാണ് ആ കവിതയുടെ പേര്. ഇവിടെ നമ്മുടെ കവി പട്ടണത്തിൽ ഒരുപാട് കാലം താമസിച്ചതിന് ശേഷം തന്റെ ഗ്രാമത്തിലേക്ക് വരുന്നു. തന്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആ ഗ്രാമത്തിൽ കണ്ട കാഴ്ചകള് നമുക്കിവിടെ വിവരിച്ചു തരികയാണ് നമ്മുടെ കവിയായ നാഗാർജുൻ. ഓക്കെ, ഒരു വയലിന്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് അതിൽ കാണുന്നത്? പാടത്ത് കുറച്ച് ആളുകള് ഞാറ് നടുന്നതും നെല്ല് കൊയ്തെടുക്കുന്നതും ഒക്കെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആ ചിത്രത്തിൽ ഇതൊക്കെയല്ലേ ഉള്ളത്. പിന്നെന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ആ ഒരു ഗ്രാമ ഭംഗിയാണ് അല്ലേ? ഈ കവിതയുടെ ആശയം തന്നെ എന്താണ്? ആ ഗ്രാമഭംഗി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ആൻസർ. ओके, बहुत दिनों के बाद अब की मैंने जी भर देखी पकी सुनहली फसलों की मुस्कान बहुत दिनों के बाद. അതായത് ബഹുത് ദിനോം കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? അബ് കി, ഇപ്പോൾ, മെയ്നെ ജി ഭർ ദേഖി, ജി എന്ന് വെച്ചാല് മനസ്സ്. അപ്പോൾ എന്താണ്? വളരെ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് ദേഖി, കണ്ടു, മനസ്സ് നിറഞ്ഞ് കണ്ടു. എന്താണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. പക്കി മീൻസ് വിളഞ്ഞു നിൽക്കുന്ന, സുൻഹലി സ്വർണ്ണ നിറമുള്ള, ഫസൽ വിളകള് അല്ലെ? നമുക്ക് അറിയാം, നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുമ്പോൾ അത് കാണാൻ വളരെ മനോഹരമാണ്. ഒരു സ്വർണ്ണ നിറത്തിലുള്ളതാണ് അല്ലെ? സ്വർണ്ണ നിറത്തിലാണ് നമുക്ക് അത് വിളഞ്ഞു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ്? ആ വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളകളുടെ മുസ്കാൻ, പുഞ്ചിരി ഞാൻ കണ്ടു എന്നാണ് നമ്മുടെ നാഗാർജുന ഇവിടെ പറയുന്നത്. അതും എപ്പോഴാ? ഒരുപാട് നാളുകൾക്ക് ശേഷം. എന്താണ് ആ സ്റ്റാൻസയിൽ പറയുന്നത്? എന്താണ്? ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് കണ്ടു. കണ്ടതെന്താണ്? വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളകളുടെ പുഞ്ചിരിയാണ് ഞാൻ കണ്ടത്. നമുക്കറിയാം, പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന ആ നെല്ലിന്റെ സൗന്ദര്യം വളരെ മനോഹരമാണ് അല്ലെ? അത് ഞാൻ കണ്ടു വളരെ നാളുകൾക്ക് ശേഷം എന്നാണ് നമ്മുടെ നാഗാർജുൻ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റാൻസിലേക്ക് പോവാം. ബഹുത് ദിനോം കെ ബാദ് अब की मैं जी भर सुन पाया धान कूटती किशोरियों की कोगिल കണ്ടി താൻ ബഹുത് ദിനോം കെ ബാദ്. അപ്പൊ എന്താണ് പറയുന്നത്? എഗെയിൻ ബഹുത് ദിനോം കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം, അബ് കി ഇപ്പോൾ, മേ ജി ഭർ സുൻ പായ, ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് കേട്ടു, അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു. സുന്ന് വെച്ചാൽ കേൾക്കുക. അപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്താണ് അവിടെ കേൾക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് നോക്കിയാലോ. ധാൻ കൂട്ടി കിഷോരിയോം കി കോകിൽ ഖണ്ഡി താൻ. അതായത് ധാൻ കൂട്ടി മീൻസ് നെല്ല് കുത്തുന്ന, കിഷോരിയോ, കിഷോരിയോ മീൻസ് കന്യക, അതായത് പെൺകുട്ടികളുടെ, കോകിൽ കണ്ടീത്താൻ മനോഹരമായ ശ്രുതിമധുരമായ ശബ്ദം, അതായത് വളരെ മനോഹരമായ നാദത്തിലുള്ള പാട്ട് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്.
അപ്പൊ ഈ കുട്ടികൾ എന്താണ് നെല്ല് കുത്തുന്ന സമയത്ത് വളരെ മനോഹരമായ പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ അത് ഞാൻ കേട്ടു എന്നാണ് നമ്മുടെ നാഗാർജുൻ പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേ ജി ഭർ സുൻ പായ ധാൻ കൂട്ടി കിഷോരിയോം കി കോകിൽ ഖണ്ഡി താൻ ബഹുത് ദിനോം കെ ബാദ്. അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് കേട്ടു, അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു. എന്താണ് കേട്ടത്? നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ മനോഹരമായ നാദത്തിലുള്ള ആ പാട്ട് ഞാൻ കേട്ടു വളരെ നാളുകൾക്ക് ശേഷം. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിക്കേ. ബഹുത് ദിനോം കെ ബാദ് അബ്കി मैंने जी भर सूंघे मौल सिरी के ढेर ढेर से താസേ ടട്കെ ഫൂൽ ബഹുത് ദിനോം കെ ബാദ്. അതായത് ബഹുത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം, അബ്കി ഇപ്പോൾ, മേനെ ജി ഭർ സൂംഘെ, സൂംഘ മീൻസ് മണക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നിറയെ മണത്തു. എന്താണ് മണത്തത്? മൗൽ സിരിക്കെ മൗൽ സിരിക്കെ ഢേർ ഢേർ സെ താസേ ടട്കെ ഫൂൽ. അതായത് മൗൽ സിരി എന്ന് വെച്ചാല് ഇലഞ്ഞി, ഇലഞ്ഞിയിലെ ഇലഞ്ഞിപ്പൂക്കളില്ലേ, ഇലഞ്ഞി മരത്തിലെ ഢേർ ഢേർ സെ കുറെ കുറെ എന്താണ്, താസേ ടട്കെ ഫൂൽ പുത്തുപുത്തനായിട്ട് വരുന്ന കുറെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളെ എനിക്ക് മണക്കാൻ സാധിച്ചു. ബഹുത് ദിനോം കെ ബാദ് ഒരുപാട് നാളുകൾക്ക് ശേഷം. എന്താണ് മനസ്സിലായത്? എന്താണത്? ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ഭർ സൂംഘെ മൗൽ സിരി കെ ഢേർ ഢേർ സെ താസേ ടട്കെ ഫൂൽ ബഹുത് ദിനോം കെ ബാദ്. അപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറയെ മണത്തു. എന്താണ് മണത്തത്? ഇലഞ്ഞി മരത്തിലെ കുറെ കുറെ ഫ്രഷ് ആയിട്ടുള്ള, അതായത് പുതുപുത്തനായിട്ടുള്ള പൂക്കളെ എനിക്ക് മണക്കാൻ സാധിച്ചു, അതും വളരെ നാളുകൾക്ക് ശേഷം. അപ്പൊ നോക്കിക്കേ, നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേ ജി ഭർ ഛൂ പായ अपनी गंवई पगडंडी की ചന്ദന വർണ്ണി ധൂൽ ബഹുത് ദിനോം കെ ബാദ്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ബഹുത് ദിനോം കെ ബാദ് ഒരുപാട് നാളുകൾക്ക് ശേഷം, അബ്കി ഇപ്പോൾ, മേ ജി ഭർ ഛൂ പായ അതായത് ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാനൊന്ന് തൊട്ടു നോക്കി. എൻ്റെ മനസ്സ് നിറയെ എന്താണ്, ഞാനൊന്ന് തൊട്ടു നോക്കി. എന്താണ് അവിടെ മനസ്സ് നിറഞ്ഞ് തൊട്ടു നോക്കിയെന്ന് നോക്കിയേ. അപ്പനി തൻ്റെ ഗവയി, ഗവയി മീൻസ് ഗ്രാമം, ഗ്രാമത്തിലെ പകിടണ്ടിക്ക്, പകിടണ്ടി മീൻസ് ഒറ്റയടിപ്പാത. അപ്പൊ ആ ഒറ്റയടിപ്പാതയിലെ, ആ ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലെ ചന്ദനവർണ്ണി ധൂൽ, ചന്ദനവർണ്ണി എന്ന് വെച്ചാല് ചന്ദന നിറമുള്ള ധൂൽ മണ്ണ് ഞാൻ എന്താ ചെയ്തത്? ഞാനൊന്ന് തൊട്ടു നോക്കി. അപ്പൊ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാനൊന്ന് തൊട്ടു നോക്കി. എന്താണ്? എൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ ചന്ദന നിറമുള്ള മണ്ണ് ഞാനൊന്ന് തൊട്ടു നോക്കി. ബഹുത് ദിനോം കെ ബാദ് അതും വളരെ നാളുകൾക്ക് ശേഷം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേ ജി ഭർ ഛൂ പായ अपनी गंवई पगडंडी की ചന്ദൻ വർണ്ണി ധൂൽ ബഹുത് ദിനോം കെ ബാദ്. അതായത് വളരെ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറയെ ഞാനൊന്ന് തൊട്ടു നോക്കി. എന്താണ്? എൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ ചന്ദനവർണ്ണീ ധൂല്, ചന്ദന നിറമുള്ള മണ്ണ് ഞാൻ തൊട്ടു നോക്കി. അതും ബഹുത് ദിനോം കെ ബാദ് ഒരുപാട് നാളുകൾക്ക് ശേഷം. മനസ്സിലായല്ലോ? बहुत दिनों के बाद अबकी मैंने जी भर ताल मखाना खाया ഗന്നെ ചൂസേ ജി ഭർ ബഹുത് ദിനോം കെ ബാദ്. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? ബഹുത് ദിനോം കെ ബാദ് ഒരുപാട് നാളുകൾക്ക് ശേഷം, അബ്കി ഇപ്പോൾ, മെയ്നെ ജി ഭർ എൻ്റെ മനസ്സ് നിറഞ്ഞ്
എന്താണ്? താൽ മഖാന ഖായ. താൽ മഖാന എന്ന് വെച്ചാൽ ഒരു ഔഷധ സസ്യമാണ്. അത് നമ്മുടെ ഈ കുളത്തിനരികിലൊക്കെ കാണുന്ന ഒരു തരം സസ്യമാണ്. അപ്പോൾ അവിടെ പറയുന്നത്, വളരെ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് താൽ മഖാന കഴിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു ഔഷധ സസ്യം കഴിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചീരയില്ലേ, ചീര പോലുള്ള ഒരു ഔഷധ സസ്യം, അത് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിച്ചു. പിന്നെന്താ ചെയ്തത്? ഗന്നെ ജ്യൂസേ ജി ഭർ. ആ, ഗന്ന മീൻസ് കരിമ്പ്. അപ്പൊ കരിമ്പിന്റെ ജ്യൂസ് എന്ത് ചെയ്തു? വലിച്ചു കുടിക്കാൻ എനിക്ക് സാധിച്ചു, അതും വളരെ നാളുകൾക്ക് ശേഷം. അപ്പൊ എന്താണ്? ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ഭർ താൽ മഖാന ഖായ. ഗന്നെ ചൂസേ ജി ഭർ ബഹുത് ദിനോം കെ ബാദ്. വളരെ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഔഷധ സസ്യം കഴിച്ചു. അത് എന്താണ്? അതുപോലെ കരിമ്പിന്റെ ജ്യൂസും എനിക്ക് വലിച്ചു കുടിക്കാൻ സാധിച്ചു, അതും ഒരുപാട് നാളുകൾക്ക് ശേഷം. നോക്കിയേ നെക്സ്റ്റ് സ്റ്റാൻസ. ബഹുത് ദിനോം കെ ബാദ് അബ് കി मैंने जी भर भोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भूप पर बहुत दिनों के बाद. അതായത് ബഹുത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം, അബ് കി ഇപ്പോൾ, മെയ്നെ ജി ഭർ ഭോഗേ ഞാൻ എൻ്റെ മനസ്സ് നിറയെ അനുഭവിച്ചറിഞ്ഞു. എന്താണ് അവിടെ പറയുന്നത്? നമ്മളെ 5 സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഏതൊക്കെയാ നമ്മളെ 5 സെൻസ് ഓർഗൻസ്? ഐസ്, നോസ്, ഇയേഴ്സ്, ടങ്ക്, സ്കിൻ അല്ലെ? അപ്പൊ ഐസ് വെച്ച് ഇവിടെ എന്താ കണ്ടത് നമ്മള്? നാഗാർജുൻ എന്താ കണ്ടത്? അതായത് വിളഞ്ഞു നിൽക്കുന്ന സുവർണ നിറത്തിലുള്ള വിളകൾ കണ്ടു അല്ലെ? പിന്നെന്താ അവിടെ? രണ്ടാമത്തെ സെൻസ് ഓർഗൻസ് ഏതാ? ഇവിടെ ഏതാ രണ്ടാമത്തെ സെൻസ് ഓർഗൻസ് വെച്ച് കണ്ടത്? ആ ഇയേഴ്സ്, ചെവി വെച്ച് എന്താ കേട്ടത്? ആ പെൺകുട്ടികളുടെ മനോഹരമായ പാട്ട് അല്ലെ? നെല്ല് കുത്തുന്ന ആ പെൺകുട്ടികളുടെ മനോഹരമായ പാട്ട് മനസ്സ് നിറയെ കേട്ടു. അപ്പൊ അവിടെ 2 സെൻസ് ഓർഗൻസ് വന്നില്ലേ? കണ്ണ് വന്നു, ചെവി വന്നു. ഇനി ഏതാ നെക്സ്റ്റ് സെൻസ് ഓർഗൻസ് ഇവിടെ പറയുന്നത്? മണത്തറിഞ്ഞു അല്ലേ? സ്മെല്ല് ചെയ്തു. നോസ് വെച്ചിട്ട്, മൂക്ക് വെച്ച് സ്മെല്ല് ചെയ്തു. എന്താണ്? നമ്മളെ ഇലഞ്ഞി മരത്തിലെ പുതുപുത്തനായിട്ടുള്ള ആ പൂക്കളെ മണത്തറിഞ്ഞു. അപ്പൊ 3 സെൻസ് ഓർഗൻസിനെ കുറിച്ച് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു. ഇനി 4ാമത്തെ സെൻസ് ഓർഗൻസ് അവിടെ വരുന്നത് ഏതാ? തൊട്ടറിഞ്ഞതല്ലേ? നമ്മളെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ ചന്ദന വർണ്ണമുള്ള മണ്ണിനെ എന്ത് ചെയ്തു? തൊട്ടറിഞ്ഞു. അപ്പം സ്കിന്നും വന്നു അവിടെ അല്ലേ? 4ാമത്തെ സെൻസ് ഓർഗൻസും വന്നു. ഇനി 5ാമത്തെ സെൻസ് ഓർഗൻസ് അവിടെ വന്നത് ഏതാ? ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താ ചെയ്തത്? താൽമഖാന കഴിച്ചു അല്ലെ? അപ്പൊ അവിടെ ടങ്കും വന്നു ഇല്ലേ? അപ്പൊ അവിടെ പറയുന്ന എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? നമ്മൾ എല്ലാ സെൻസ് ഓർഗൻസ് വെച്ചിട്ടും ഒരുമിച്ച് എന്ത് ചെയ്തു? മനസ്സ് നിറയെ അനുഭവിച്ചറിയാൻ സാധിച്ചു. അതായത് ഗന്ധ എന്താ? മണത്തറിഞ്ഞു, സ്മെല്ല് ചെയ്തു. പിന്നെ രൂപ് എന്താണ് ചെയ്യുന്നത്? രൂപ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? സീ ചെയ്തു. അപ്പോ സ്മെല്ല് ചെയ്തു, സീ ചെയ്തു. രസ് എന്താ ചെയ്തത് അവിടെ? ടേസ്റ്റ് ചെയ്തു അല്ലെ? ശബ്ദ് പിന്നെന്ത് ചെയ്തു? കേൾക്കാൻ കഴിഞ്ഞു അല്ലെ? സ്പർശ് തൊട്ടറിയാൻ കഴിഞ്ഞു അല്ലെ? ടച്ച് ചെയ്തു. സബ് സാത് സാത് ഇസ് ഭൂപ്പർ. ഇതെല്ലാം ഒരുമിച്ച് എന്താണ് ചെയ്തത്? ഈ ഭൂമിയിലുള്ള ഓരോ കാര്യവും ഞാൻ കണ്ടും പിന്നെ കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ഒക്കെ അറിഞ്ഞു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ നാഗാർജുൻ പറയുന്നത്. അതും ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതെല്ലാം ഒരുമിച്ച് അനുഭവിച്ചറിഞ്ഞു എന്നാണ് നമ്മളെ കവിയായ നാഗാർജുൻ പറയുന്നത്. അപ്പോ ഈ കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ കവിയെ ഒന്ന് പരിചയപ്പെടാം. नागार्जुन अल्ले? हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ. അതായത്
ഹിന്ദിക്ക് പ്രഗതിശീൽ സാഹിത്യകാർ എന്ന് വെച്ചാൽ പുരോഗമന ഹിന്ദി എഴുത്തുകാരൻ എന്നാണ് നമ്മുടെ നാഗാർജുനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നാഗാർജുൻ ജനിച്ചത് എവിടെയാണ്? ബീഹാറിലെ ദർഭംഗയിലാണ് അദ്ദേഹം ജനിച്ചത്. ഉൻകാ മൂൽ നാം വൈദ്യനാഥ് മിശ്ര ഹെ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? വൈദ്യനാഥ് മിശ്ര എന്നായിരുന്നു. ഉനോനെ അദ്ദേഹം മൈഥിലി, ബംഗള തഥാ സംസ്കൃത മേ ഭി രചനായും കി ഹെ. അദ്ദേഹം ഏതൊക്കെ ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്? മൈഥിലി, ബംഗള ബംഗാളി തഥാ സംസ്കൃതം എന്നീ ഭാഷകളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ. സദരംഗെ പങ്കും വാലി രതിനാഥ്, രതിനാഥ് की चाची, बेलचन्मा, वरुण के बेटे आदि उनकी प्रमुख रचनाएं हैं. അപ്പൊ ഏതാണ്? എവിടെ? ഓക്കെ. സത്രംഗെ പങ്കും വാലി, പിന്നെ രതിനാഥ് की चाची, बेलचन्मा, വരുൺ കെ ബേഠെ തുടങ്ങിയ ആദി ഉൻകി പ്രമുഖ രചനായേ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഭാരത് ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സെ വേ വിഭൂഷിത് ഹെ. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ ഏതൊക്കെയായിരുന്നു? ഭാരത് ഭാരതി സമ്മാൻ, ഭാരത് ഭാരതി അവാർഡ്, പിന്നെ സാഹിത്യ അക്കാദമി പുരസ്കാർ, ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് എന്നായിരുന്നു? 1911 ജൂൺ 30 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മരണം എന്നായിരുന്നു? 1998 നവംബർ 5 മരണപ്പെട്ടത്. ഓക്കെ. അപ്പൊ ഈ കവിതയും നമ്മളെ കവിയൊക്കെ പരിചയപ്പെട്ടു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞതൊക്കെ മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ബൈ ബൈ.